അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാം എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സ്ത്രീ അന്യ പുരുഷനോട് സലാം പറയുന്നതിൻ്റെ വിധി എന്ത്? ഓപ്ഷൻസ്: കറാഹത്ത്, സുന്നത്ത്, ഹറാം. ശരിയുത്തരം ഹറാം. 2. നിക്കാഹ് എവിടെ വെച്ചാകലാണ് സുന്നത്ത്? ഓപ്ഷൻസ്: പള്ളിയിൽ, മദ്രസയിൽ, വീട്ടിൽ. ശരിയുത്തരം പള്ളിയിൽ. 3. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ. ഓപ്ഷൻസ്: 3 മാസം 10 ദിവസം, 10 മാസവും 4 ദിവസവും, 4 മാസം 10 ദിവസം. ശരിയുത്തരം 4 മാസം 10 ദിവസം. 4. നഖം, മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ്. ആർക്ക്? ഓപ്ഷൻസ്: ഉംറ ഉദ്ദേശിച്ചവന്, ഉൽഹിയത്ത് ഉദ്ദേശിച്ചവന്, ഹജ്ജ് ഉദ്ദേശിച്ചവന്. ശരിയുത്തരം ഉൽഹിയത്ത് ഉദ്ദേശിച്ചവന്. 5. 7 തവണ പരിശുദ്ധ കഅബയെ ചുറ്റലാണ്. ഓപ്ഷൻസ്: തൽബിയ, തവാഫ്, സഅയ്. ശരിയുത്തരം തവാഫ്. 6. സക്കാത്ത് നിർബന്ധമില്ലാത്ത മുതൽ. ഓപ്ഷൻസ്: സ്ത്രീയുടെ മുതൽ, പൊതുമുതൽ, കുട്ടിയുടെ മുതൽ. ശരിയുത്തരം പൊതുമുതൽ. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. ഹൈലുള്ളവൾ നോമ്പ് നോൽക്കൽ. 8. കടം കൊടുക്കൽ. 9. സക്കാത്ത് നൽകൽ. 10. തലക്കുനിച്ച് അഭിവാദ്യം ചെയ്യൽ. 11. ജനാസ സംസ്കരണം. ഇപ്പുറത്ത് നോക്കൂ: എ സുന്നത്ത്, ബി കറാഹത്ത്, സി ഫർള് കിഫായ, ഡി ഹറാം, ഇ വാജിബ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. ഹൈലുള്ളവൾ നോമ്പ് നോൽക്കൽ. ശരിയുത്തരം ഡി ഹറാം. 8. കടം കൊടുക്കൽ. ശരിയുത്തരം എ സുന്നത്ത്. 9. സക്കാത്ത് നൽകൽ. ശരിയുത്തരം ഇ വാജിബ്. 10. തലക്കുനിച്ച് അഭിവാദ്യം ചെയ്യൽ. ശരിയുത്തരം ബി കറാഹത്ത്. 11. ജനാസ സംസ്കരണം. ശരിയുത്തരം സി ഫർള് കിഫായ, DAE BC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഡാഷ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖുർറത അഅ്യുനിൻ. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. 13. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ഡാഷ് വ ഇലൈഹിൻ നുശൂർ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബഅദമാ അമാതന. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. 14. തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കൽ ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫർള് കിഫായ. തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കൽ ഫർള് കിഫായയാണ്. 15. ഉൽഹിയത്തിന് പറ്റുന്ന മാടിന് ഡാഷ് വയസ്സുണ്ടാവണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 2. ഉൽഹിയത്തിന് പറ്റുന്ന മാടിന് 2 വയസ്സുണ്ടാവണം. 16. കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി ഡാഷ് പ്രതിഫലം ലഭിക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്വതക്ക. കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി സ്വതക്ക പ്രതിഫലം ലഭിക്കും. 17. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഡാഷ് തലമറയ്ക്കൽ ഹറാമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് പുരുഷന്. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പുരുഷന് തലമറയ്ക്കൽ ഹറാമാണ്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഹാജിമാർ അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ പാർക്കണം. ഇവിടെ ഉത്തരം മിനയിൽ. 19. ഹൈലുള്ളവൾ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വിധിയെന്ത്? ഉത്തരം ഹറാം. 20. സ്വർണത്തിന് സക്കാത്ത് നിർബന്ധമാവാൻ ചുരുങ്ങിയത് എത്ര ഗ്രാം വേണം? ഉത്തരം 85 ഗ്രാം. 21. ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയുടെ ഇദ്ദ എപ്പോൾ കഴിയും? ഉത്തരം പ്രസവത്തോടെ. 22. അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയ കാര്യം ഏത്? ഉത്തരം ത്വലാഖ്. 23. എത്രാം ദിവസം അക്കീക്ക അറുക്കലാണ് സുന്നത്ത്? ഉത്തരം 7-ാം ദിവസം. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഏതെല്ലാം വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്?
ഉത്തരം ആട്, മാട്, ഒട്ടകം, ധാന്യം, ഈത്തപ്പഴം, മുന്തിരി, സ്വർണം, വെള്ളി എന്നീ 8 വിഭാഗം വസ്തുക്കളിൽ. 25. നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങളിൽ 2 എഴുതുക. ഉത്തരം ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക, ആവശ്യമില്ലാതെ ഭക്ഷണം രുചിച്ചു നോക്കുക. 26. ഹജ്ജിന്റെ വാജിബാത്തുകളിൽ 2 എഴുതുക. ഉത്തരം ഇഹ്റാം മീഖാത്തിൽ വെച്ചാവുക, മുസ്ദലിഫയിൽ പാർക്കുക. 27. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സമയമേത്? ഉത്തരം ഷവ്വാൽ ആദ്യം മുതൽ ദുൽഹിജ്ജ 10 ഫജ്ർ വരെയാണ് ഇഹ്റാമിന്റെ സമയം. 28. നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം അല്ലാഹുമ്മ ലക സ്വംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. 29. ഉംറയുടെ ഫർളുകൾ എഴുതുക. ഉത്തരം 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടി നീക്കം ചെയ്യൽ, 5 തർത്തീബ്. 30. ആരെയാണ് അള്ളാഹു ശപിച്ചത്? ഉത്തരം പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും. 31. കടം കൊടുക്കൽ പലിശയാകും എപ്പോൾ? ഉത്തരം കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന നിബന്ധന വെച്ച് കടം കൊടുക്കൽ പലിശയാകും. 32. അറവിന്റെ നിബന്ധനകൾ എന്തെല്ലാം? ഉത്തരം അറവ് നടത്തുന്നവൻ മുസ്ലിം ആവുക, അറിവിന്റെ സമയം യഥേഷ്ടം ചലിക്കാനുള്ള ജീവനുണ്ടാവുക, അറക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക, ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക തുടങ്ങിയവ. 33. ഉൽഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതെല്ലാം? അവയുടെ വയസ്സും എഴുതുക. ഉത്തരം 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവ. 34. വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ത്വലാഖ്, ഖുൽഅ്, ഫസ്ഖ്. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 1. ഉൽഹിയത്ത്. ഉൽഹിയത്ത് കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും മോക്കതായ സുന്നത്താണിത്. നേർച്ചയാക്കിയാൽ ഇത് നിർബന്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബലിപെരുന്നാൾ ദിനത്തിൽ ഉൽഹിയത്ത് അറിവിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു പ്രത്യേക കർമ്മവും മനുഷ്യന് ചെയ്യാനില്ല. 1 വയസ്സുള്ള നെയ്യാട്, 2 വയസ്സുള്ള കോലാട്, 2 വയസ്സുള്ള മാട്, 5 വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉൽഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ. ബലിമൃഗത്തിന് മാംസത്തെ കുറവ് വരുത്തുന്ന ന്യൂനതകൾ ഉണ്ടാവാൻ പാടില്ല. ചെവി, അകിട്, നാവ് പോലുള്ളവ മുറിച്ച് മാറ്റിയത് ഉൽഹിയത്തിന് പറ്റില്ല. ഭ്രാന്ത്, മുടന്ത്, അന്ധത, തീവ്രരോഗം, ചൊറി എന്നിവയുള്ളതും പല്ലുകൾ മുഴുവൻ കൊഴിഞ്ഞതും ഗർഭമുള്ള മൃഗവും ഉൽഹിയത്തിന് യോഗ്യമല്ല. ദുൽഹിജ്ജ 10 സൂര്യൻ ഉദിച്ച ശേഷം 2 റക്അത്ത് നിസ്കാരത്തിനും 2 ഖുത്ബയ്ക്കും ആവശ്യമായ സമയം കഴിഞ്ഞതു മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെയാണ് ഉൽഹിയത്തിന്റെ സമയം. അറവ് നടത്തുന്ന സമയത്തോ ഉൽഹിയത്തിന് വേണ്ടി നിർണയിക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ ഉൽഹിയത്തിനെ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. ഉൽഹിയത്ത് അറവ് നടത്താനും നിയ്യത്ത് ചെയ്യാനും മുസ്ലിമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്നതിൽ രണ്ടാമത്തത് സക്കാത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങൾ. അപ്പോൾ നോക്കൂ, സക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവുകയില്ല. ശുദ്ധീകരണം എന്നാണ് സക്കാത്തിന്റെ ഭാഷാർത്ഥം. സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. യാചന പോലുള്ള കാര്യങ്ങളെ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.